സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ പെരുങ്കള്ളൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം അടിച്ചു മാറ്റിയപ്പോൾ ആ സ്വർണം വാങ്ങിയിട്ടുള്ള ബെല്ലാരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരനും സോണിയാഗാന്ധിയുടെ വീട്ടിൽ. ഒപ്പം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ഒപ്പം ഇന്നത്തെ UDF കൺവീനർ അടൂർ പ്രകാശ്, ഒപ്പം അവിടുത്തെ MP ആന്റോ ആന്റണി. ഇവരെല്ലാം ഇന്നലെ ഈ പറയുന്ന സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒന്നല്ല ഒന്നിൽ കൂടുതൽ പുറത്തു വന്നു. അത് പറഞ്ഞപ്പോൾ പിന്നെ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. കോൺഗ്രസ് ശബരിമല ഈ പറയുന്ന സ്വർണ്ണ കൊള്ളയെ പറ്റി മിണ്ടുന്നില്ല. പത്രക്കാർക്കും മാധ്യമങ്ങൾക്കും ഞാൻ പറഞ്ഞു, മാധ്യമങ്ങളോട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പണ്ടത്തെ പോലെ ചൂടില്ലല്ലോ. ഇപ്പോഴേ ചാനലുകാർക്ക് ഉൾപ്പെടെ വലിയ താല്പര്യമില്ല ശബരിമലയും സ്വർണ്ണമൊന്നും. ഞങ്ങളൊരു കാര്യം ആദ്യം മുതലേ പറഞ്ഞു, ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് LDF ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെയോ ഈ കൊള്ളക്ക് കൂട്ടുനിന്ന ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരണം. 3, അവരാരായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങളോ ഗവൺമെൻറ്റോ എടുക്കില്ല. SIT അന്വേഷണം വേണമെന്ന് ആദ്യം പറഞ്ഞ ഞങ്ങളാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ കീഴിൽ ഒരു പ്രത്യേക സംഘം അന്വേഷിക്കണം, ഉയർന്ന ഉദ്യോഗസ്ഥർ. അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല, കോടതിയുടെ കീഴിൽ. ആ അന്വേഷണം കോടതി പ്രഖ്യാപിച്ചു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. കോൺഗ്രസ്സുകാർ ആദ്യം സ്വാഗതം ചെയ്യാൻ പഠിച്ചു, പിന്നെ സ്വാഗതം ചെയ്തു. BJP-ക്കാരും ആദ്യം സ്വാഗതം ചെയ്യാൻ പഠിച്ചു, CBI ഒക്കെ പറഞ്ഞു, പിന്നെ അവർ സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴെന്താ സ്ഥിതി? ഈ കോൺഗ്രസ്സുകാരും BJP-ക്കാരും വിചാരിച്ചു ഇതൊക്കെ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കയ്യിൽ വരും, അല്ലെങ്കിൽ അവരുടെ തലയിൽ വരും, അപ്പോൾ നമുക്ക് നല്ലതാണെന്നാണ്. അന്വേഷിച്ച് പോയപ്പോഴാണ് പോറ്റിയെ കയറ്റിയത് CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഈ ദേവസ്വം ബോർഡോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദേവസ്വം ബോർഡോ അല്ല. കൃത്യമായ വിവരം കിട്ടി. KC വേണുഗോപാലൻ്റെ കാലത്താണ് കയറിയത്. തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കയറ്റം. ഈ തന്ത്രിയും ചേർന്നുകൊണ്ടാണ് ഈ കൊള്ളയൊക്കെ നടത്തിയത്. അത് ഈ 2019 കൊള്ള മാത്രമല്ല, അതിനു മുമ്പ് 2017 ഇതിനേക്കാൾ വലിയ കൊള്ള നടന്നു. ആ കൊള്ള വിചിത്രമായ കൊള്ളയാണ്. അത് കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൊടിമരം നല്ല സിമെന്റ് തറയിൽ ഉറപ്പിച്ച ഒരു കൊടിമരമായിരുന്നു. അവിടെ ഈ തന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആ കൊടിമരത്തിന് ചെതല് പിടിച്ചു എന്ന് പറഞ്ഞ് എങ്ങനെയാ ചെതല് പിടിക്കുക? സിമെന്റ് തറയിൽ എങ്ങനെയെങ്കിലും ചെതല് കയറുമോ? ഒരു ചെതലും ഉണ്ടായിരുന്നില്ല. തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒരു സ്വത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് എത്രയോ വർഷക്കാലമായിട്ടുള്ള വാഞ്ചി വാഹനം എന്നാണ് അവർ പറയുക. വാഞ്ചി വാഹനം, അതിൻ്റെ തൂക്കൊക്കെ പിന്നെയാണ് മനസ്സിലായത്. 10.5 കിലോ പഞ്ചലോഹങ്ങളാണ്. പഞ്ചലോഹം, ആ പഞ്ചലോഹത്തിൻ്റെ മേലെ സ്വർണം പൊതിഞ്ഞതാണ്. എത്രയോ വലിയ പുരാവസ്തുവാണല്ലോ, സമ്പത്തുള്ള മൂല്യമുള്ള ആ സാധനം തന്ത്രിക്ക് കൊടുത്തു. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മൂല്യം. അത് ഈ പറയുന്ന തന്ത്രിക്ക് ആരാ കൊടുത്തത്? ആരായിരുന്നു അന്ന് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ വക്താക്കളും? കോൺഗ്രസ് ആയിരുന്നില്ലേ? അതിനേക്കാൾ വിചിത്രമായ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഈ കൊടിമരം പൂർണ്ണമായിട്ടും സ്പോൺസർ ചെയ്ത് ഒരാളാണ്, ഒരു വ്യവസായി. എന്നാൽ കൊടിമരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചു. ആ കോടിക്കണക്കിന് രൂപ എവിടെയാണ് എന്ന് ഇപ്പോഴും കണക്കില്ല. കോൺഗ്രസിൻ്റെതാണ് ഗവൺമെൻറ്, ദേവസ്വം വകുപ്പ് കോൺഗ്രസിൻ്റെ തന്നെയാണ്. ഈ പറയുന്ന ദേവസ്വം ബോർഡ് എവിടെ കോടിക്കണക്കിന് രൂപ. അപ്പോഴാണ് ഇപ്പോഴേ SIT-യോട് കോടതി പറഞ്ഞത് 10 കൊല്ലം ഇങ്ങോട്ട് മാത്രം പോരാ, 10 കൊല്ലം അങ്ങോട്ട് കൂടി വേണം. കോൺഗ്രസിന് മിണ്ടാട്ടില്ല. കോൺഗ്രസ് ഇപ്പം മിണ്ടുന്നില്ല. പണ്ടത്തെ പോറ്റിയെ കയറ്റിയ പാട്ടൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രതികളിൽ ഒരാൾ ഈ തന്ത്രിയായി. സ്വർണ്ണ പ്രശ്നം ഉൾപ്പെടെ എല്ലാം പരിശോധിക്കപ്പെട്ടു. ഈ പരിശോധനയുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ വന്നപ്പോഴാണ് വേറൊരു വാർത്ത പുറത്തു വന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ പെരുങ്കള്ളൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം അടിച്ചു മാറ്റിയപ്പോൾ ആ സ്വർണം വാങ്ങിയിട്ടുള്ള ബെല്ലാരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരനും സോണിയാഗാന്ധിയുടെ വീട്ടിൽ. എന്തേ കാര്യം? ഒപ്പം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ഒപ്പം ഇന്നത്തെ UDF കൺവീനർ അടൂർ പ്രകാശ്, ഒപ്പം അവിടുത്തെ MP ആന്റോ ആന്റണി. ഇവരെല്ലാം ഇന്നലെ ഈ പറയുന്ന സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒന്നല്ല ഒന്നിൽ കൂടുതൽ പുറത്തു വന്നു. എന്തേ കാര്യം? ആരാണ് സോണിയാഗാന്ധിയെ കാണാൻ അനുവാദം വാങ്ങിക്കൊടുത്തത് പറയണ്ടേ? എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നതിന് ഇവർ വന്നത്, കൈക്ക് കെട്ടിക്കൊടുക്കുന്നത് എന്തായിരുന്നു എന്ന് പറയണ്ടേ? അത് പറഞ്ഞപ്പോൾ പിന്നെ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. കോൺഗ്രസ് ശബരിമല ഈ പറയുന്ന സ്വർണ്ണ കൊള്ളയെ പറ്റി മിണ്ടുന്നില്ല. പത്രക്കാർക്കും മാധ്യമങ്ങൾക്കും ഞാൻ പറഞ്ഞു, മാധ്യമങ്ങളോട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പണ്ടത്തെ പോലെ ചൂടില്ലല്ലോ.
ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. അമ്പലം വിഴുങ്ങുന്ന ഒരു നിലപാട് ഞങ്ങൾക്കില്ല. CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. അത് പറയാൻ ഞങ്ങൾക്ക് നല്ല ആർജവമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നും മാറ്റിയിട്ടില്ല, നാളെയും മാറ്റിയിട്ടില്ല.